കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് കിഫ്ബിയിലൂടെ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുള്ളത്. 87,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസന പദ്ധതികൾ കിഫ്ബിയിലൂടെ കേരളത്തിൽ നടപ്പാക്കി. റോഡുകൾ, തോടുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, കലാലയങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം, പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്ക് മികവാർന്ന കെട്ടിടങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഇതെല്ലാം കിഫ്ബിയിലൂടെ സാധ്യമായി എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനം പകരുന്ന കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2065 കോടി 72 ലക്ഷത്തി ചില്ലാൻ രൂപയാണ് പദ്ധതിയിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 1847 കോടി 36 ലക്ഷം രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടിയ അക്കാഡമിക് ബ്ലോക്കുകൾ, മികച്ച സൗകര്യങ്ങളുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സുകൾ, മോഡേണൈസ്ഡ് ലൈബ്രറികൾ ഇതെല്ലാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സജ്ജമാക്കുന്നതിന് കിഫ്ബിയുടെ ധനസഹായം വലിയ തോതിൽ ഉപയോഗപ്പെടുകയുണ്ടായി. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെയും MG യൂണിവേഴ്സിറ്റിയുടെയും കുസാറ്റിൻ്റെയുമെല്ലാം ലാബ് കോംപ്ലക്സുകൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റികളായി വളർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. സർവകലാശാലകളും കലാലയങ്ങളും NAC അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും അന്തർദേശീയ റാങ്കിങ്ങുകളായ ടൈംസ് റാങ്കിങ്, QS റാങ്കിങ് എന്നിവയിലുമൊക്കെ ഏറ്റവും അന്തസ്സുറ്റ നിലയിൽ ഇടം പിടിച്ചത് തീർച്ചയായും കിഫ്ബിയുടെ കൂടെ സഹായത്തിൻ്റെ ഭാഗമായി സാധ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായതുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പൈതൃക കലാലയങ്ങൾ ഉൾപ്പെടെ 51 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 512 കോടി 67 ലക്ഷം രൂപയാണ് കിഫ്ബിയിലൂടെ ചെലവഴിച്ചിട്ടുള്ളത്. 7 സർക്കാർ പോളിടെക്നിക്കുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് 43 കോടി 46 ലക്ഷം രൂപ ചെലവാക്കുകയുണ്ടായി. 7 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് 80 കോടി 84 ലക്ഷം രൂപ, സർവകലാശാലകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് 313 കോടി 57 ലക്ഷം രൂപ, സർവകലാശാലകൾക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 190 കോടി 95 ലക്ഷം രൂപ എന്ന നിലയിലാണ് ചെലവഴിച്ചിട്ടുള്ളത്. സർവകലാശാലകളിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിന് 166 കോടി 93 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ സ്ഥാപിതമായിട്ടുള്ള താണു പത്മനാഭൻ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, കുസാറ്റിൽ പ്രവർത്തിക്കുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത്, MG യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി എന്നിവ കിഫ്ബിയുടെ ധനസഹായം കൊണ്ട് ആണ് ഇന്നത്തെ നിലയിൽ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ സർവകലാശാലകൾക്ക് ഹോസ്റ്റലുകൾ, ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകൾ എന്നിവയ്ക്കും കിഫ്ബിയിലൂടെ തുക അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സൗകര്യങ്ങളോട് കൂടിയ
ഹോസ്റ്റൽ റൂമുകൾ അടങ്ങുന്ന ഹോസ്റ്റൽ കോംപ്ലക്സുകൾക്ക് 144 കോടി 12 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകൾക്ക്, അതായത് സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങളെ പ്രായോഗിക രൂപത്തിലേക്ക് പരാവർത്തനം ചെയ്തുകൊണ്ട് ജനോപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും പ്രക്രിയയും സേവനങ്ങളുമൊക്കെയായി വികസിപ്പിക്കുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകൾക്ക് 133 കോടി 95 ലക്ഷം രൂപയാണ് കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പിണറായിയിൽ സ്ഥാപിക്കപ്പെടുന്ന പിണറായി ഹബ്ബ്, IHRD കോളേജ്, CCEK, ITI, പോളിടെക്നിക് തുടങ്ങിയവയെല്ലാം ചേരുന്ന പിണറായി ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബിന് 275 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ KTU സർവകലാശാലയോട് ചേർന്ന് ട്രസ്റ്റ് പാർക്കിന്, അതായത് ടെക്നോളജിയിലും ഇന്നൊവേഷനിലും എൻജിനീയറിംഗുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിലുമെല്ലാം നൂതനാശയങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനും അത് ഇൻഡസ്ട്രിയുമായി കണക്റ്റ് ചെയ്യുന്നതിനുമൊക്കെ തന്നെ വേണ്ടി പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് പാർക്കിന് സ്ഥലമെടുക്കുന്നതിനായി 203 കോടി 93 ലക്ഷം രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 2065 കോടി 72 ലക്ഷത്തി ചില്ലാൻ രൂപ കിഫ്ബിയിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായി ലഭ്യമായിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഈ ഒരു ഏജൻസിയുടെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കാലാനുസാരിയായി പരിഷ്കരിക്കുന്നതിന് കിഫ്ബിയുടെ സംഭാവന വലിയ രീതിയിൽ സഹായകരമായിട്ടുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മാത്രം ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിന് 250 കോടിയോളം രൂപ ഈ കാലയളവിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന് ഒരു ഉദാഹരണമാണ്. അങ്ങനെ പുതിയ കാലവും പുതിയ ലോകവും ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ സാധ്യമാക്കുന്നതിന് കിഫ്ബി പദ്ധതി ഏറെ സഹായകരമായിട്ടുണ്ട് എന്ന് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.